അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തേങ്ങനെ കൊണ്ട് ഒരു മുട്ടായിയാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ബർഫിയാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെ മതി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഈ ഒരു കപ്പിൽ 4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഞാൻ ആദ്യം തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തത്. സ്റ്റൗ ഓൺ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്ര വലിയ പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. ആദ്യം ഒന്നിത് ചെറുങ്ങനെ ചൂടാക്കി എടുക്കുക. ഇതിൽ ഗീയോ പിന്നെ ഓയിലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് കുറച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാനുണ്ട്. ഞാനിതിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ അടിക്കിയത് പെട്ടെന്ന് ചോന്ന് വരും. പിന്നെ മേലുള്ള ഇത് ചോക്കാണ്ട് വേറെ 2 വിധം കളറായി പോവും. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പാലൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് തേങ്ങക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പിന് 3/4 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ, കൂടുതലോ കുറവാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര കുറച്ചിട്ട് 1 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിതിൽ പിന്നെ കണ്ടൻസ് മിൽക്കൊന്നും വെക്കുന്നില്ല. വീട്ടിലുണ്ടാകുന്ന സാധനത്തോണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വെറും 3 സാധനം മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതായി വരുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ പഞ്ചസാരൻ്റെ സീറൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് മൈദ വെതറി കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് വെതറിയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മൈദ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾക്കിത് ഒട്ടി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒട്ടി കിട്ടും, പക്ഷേ കുറച്ച് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് മുറിക്കാനൊക്കെ പറ്റും. മൈദ അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മൈദ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ആയി വന്നിട്ടുണ്ട്. കുറച്ചും ബദാം മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഇല്ലാണ്ടും ആക്കാം. വെറുതെ ഇങ്ങനെ അത് മാത്രം മതി.
ഞാൻ വെറുതെ ഒന്ന് ഇടയ്ക്കൊന്ന് കടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇതായിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഗീ വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യും. ഇതൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ഇതുപോലെ വരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്കിതുപോലെ പുറത്ത് സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. തേങ്ങ മുട്ടായി ആയി ഉറച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.